എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ഗോൾഡിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കോമൺലി വരുന്ന മിസ്റ്റേക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഗുണങ്ങളാണ്. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹെഡ്സ് അഗൈൻസ്റ്റ് റുപ്പീസ് ഡിപ്രീസിയേഷൻ. അതായത് നമ്മൾ ഗോൾഡിന്റെ പ്രൈസ് ഇന്റർനാഷണലി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡോളറിലാണ്. ഫോർ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഡോളറിന്റെ പ്രൈസ് ഇപ്പോൾ 80 നിന്ന് 85 പോവുകയാണെങ്കിൽ നമുക്ക് $1 മേടിക്കാനുള്ള എക്സ്പെൻസ് ചിലവ് കൂടുകയാണ്. അതായത് നമ്മുടെ റുപ്പീസിന്റെ വാല്യൂ ഇടിയുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് ഗോൾഡ് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ റുപ്പിയുടെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേന് വാല്യൂ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ റുപ്പിയുടെ ഡിപ്രീസിയേഷനെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഗോൾഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രൊട്ടക്ഷൻ ഡ്യൂറിങ് ഗ്ലോബൽ ക്രൈസിസ്. ഇപ്പം ലോകത്ത് എന്തെങ്കിലും വാറോ അതുപോലെ ഫിനാൻഷ്യൽ ക്രാഷസോ ഒക്കെ വരുവാണെങ്കിൽ ഗോൾഡിന്റെ പ്രൈസ് മുകളിലോട്ടാണ് പോകുന്നത്. അതായത് നമുക്ക് 2008 ഫിനാൻഷ്യൽ ക്രൈസിസും അതുപോലെ തന്നെ കൊറോണയുടെ ഒക്കെ ടൈം നോക്കുവാണെങ്കിൽ ആ സമയത്തൊക്കെ ഗോൾഡിന്റെ പ്രൈസ് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു മെറിറ്റ് എന്ന് പറയുന്നതാണ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ പോസിബിൾ ആണ്. അത് മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൂവ്മെന്റ് പോലെ അല്ല ഗോൾഡിന്റെ മൂവ്മെന്റ്. അത് കാരണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് ഒരു ബാലൻസ് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ ചാർട്ട് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും. ഇത് 2000 ചാർട്ടാണ്. ഗോൾഡിന്റെ CAGR റിട്ടേണും നിഫ്റ്റി 50യുടെ CAGR റിട്ടേണും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഗോൾഡിന്റെ CAGR റിട്ടേൺ എന്ന് പറഞ്ഞാൽ 14.14%, നിഫ്റ്റി 50യുടെയോ 13.21% വരുന്നത്. നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഗുണങ്ങളെക്കുറിച്ച് കണ്ടു. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിൽ 80 തൊട്ട് 85% വരെ മറ്റ് അസറ്റുകളിൽ അതർ അസറ്റുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ബാലൻസ് വരുന്ന 15 തൊട്ട് 20% നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് ഏതൊക്കെ രീതിയിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് കണ്ടു നോക്കാം. ആദ്യം എന്ന് പറഞ്ഞാൽ SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അതായത് നമ്മൾ മന്ത്ലി ഒരു ഫിക്സഡ് ഇൻകം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് ഗോൾഡ് ETF യൂസ് ചെയ്തുകൊണ്ടും ഗോൾഡ് BS യൂസ് ചെയ്തുകൊണ്ടും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന മിസ്റ്റേക്കുകളാണ് ഫിസിക്കൽ ഗോൾഡ്, അതായത് കോയിൻസ് ഒക്കെ മേടിക്കുന്നത്. ആ സമയത്ത് നമുക്ക് പണിക്കൂലി വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഫിസിക്കൽ ഗോൾഡ് കോയിൻസ് സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ഒരു കോസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗോൾഡ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഗോൾഡിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പ്രാക്ടിക്കലി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്ന സെറോദയുടെ കൈറ്റ് എന്ന ആപ്ലിക്കേഷനാണ്. സെറോദ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഓൾഡസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കറാണ്. നിങ്ങൾ ഇതുവരെ സെറോദയുടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിൽ സെറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗോൾഡിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പ്രാക്ടിക്കലി ഒന്ന് കണ്ടു നോക്കാം. കൈറ്റ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അവിടെ വാച്ച് ലിസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ ഗോൾഡ് എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ നമുക്ക് ETF എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഗോൾഡ് കേസ്, സെറോദയുടെ ഗോൾഡ് കേസ്, അതുപോലെ ആക്സിസിൻ്റെ ആക്സിസ് ഗോൾഡ്, അതുപോലെ ആദിത്യ ബിർള കൊടക്, നമുക്ക് വളരെയധികം ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സെലക്ട് ചെയ്യുന്നത് ഗോൾഡ് ബീസ്, അതായത് നിപ്പോൺ ഇന്ത്യയുടെ ഗോൾഡ് ബീസ് ആണ്. ഞാൻ ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. നിപ്പോൺ ഇന്ത്യ സെലക്ട് ചെയ്യാനുള്ള കാരണം നിപ്പോൺ ഇന്ത്യക്ക് ലിക്വിഡിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മളിവിടെ ബൈ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. നമ്മൾ റെഗുലർ സെലക്ട് ചെയ്തു. അതിനുശേഷം എത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കിവിടെ ലിമിറ്റ് എടുക്കാം, അല്ല മാർക്കറ്റ് പ്രൈസ് എടുക്കാം. ശേഷം ലോങ് ടൈം സെലക്ട് ചെയ്തതിന് ശേഷം സ്വൈപ്പ് ടു ബൈ എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ ബൈയിങ് പ്രൊസീജിയർ നമുക്ക് ഈ ഗോൾഡ് ബൈ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും കോമൺലി നമുക്ക് വരുന്ന മിസ്റ്റേക്കുകളാണ് നമ്മൾ ഫിസിക്കൽ ഗോൾഡ് കോയിൻസ് ഒക്കെ മേടിച്ച് വെക്കുന്നത്. അങ്ങനെ നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് പണിക്കൂലി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കലി മേടിച്ച് വെച്ച ഗോൾഡ് സൂക്ഷിക്കാൻ നമുക്കൊരു ചിലവ് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും റിസ്ക്കിയാണ്. നമ്മളിപ്പം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം SIP, അതുപോലെ തന്നെ ഗോൾഡ് ബീസ്, ഗോൾഡ് ETFകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനകരമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.